മംഗലാപുരം എയർപോർട്ടിൽ കാസർഗോഡ് സ്വദേശിയുടെ ലഗേജ് പൊട്ടിച്ച് 1.25 ലക്ഷം രൂപയുടെ സാധനങ്ങൾ കവർന്നു. കാസർഗോഡ് തളങ്കര സ്വദേശി നിസാഫിന്റെ ലഗേജ് പൊട്ടിച്ച് 1 ലക്ഷം രൂപ വില വരുന്ന ഐഫോൺ എക്സ് മാക്സും മറ്റു സാധനങ്ങളുമാണ് കവർന്നത്. ഞായറാഴ്ച വൈകുന്നേരം 5:45 സ്പേസ് ജെറ്റിൽ നിസാഫ് മംഗലാപുരം എയർപോർട്ടിൽ എത്തുന്നത്. എന്നാൽ താൻ കൊണ്ടുവന്ന ലഗേജ് പൊട്ടിച്ചിരിക്കുന്ന കാഴ്ചയാണ് കാണാനിടയായത്. ഉടൻ തന്നെ എയർപോർട്ട് അധികൃതരുമായി ബന്ധപ്പെട്ടെങ്കിലും യാതൊരു നടപടിയും കൈക്കൊള്ളാൻ അധികൃതർ തയ്യാറായില്ല. മംഗലാപുരം എയർപോർട്ടിൽ നിന്ന് നിരവധി പരാതികളാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഗ്രൗണ്ട് സ്റ്റാഫിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന വലിയ വീഴ്ചയുടെ ഭാഗമായിട്ടാണ് ഈ വിഷയത്തിനെ കാണേണ്ടത്. ലഗേജ് കൈകാര്യം ചെയ്യുന്ന സ്റ്റാഫുകളിൽ ചിലർ ലഗേജ് പൊട്ടിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഈ അടുത്ത് നവമാധ്യമങ്ങളിൽ വൈറലായിരുന്നു. എന്നാൽ ഇത്തരം വിഷയങ്ങളിൽ എയർപോർട്ട് അധികൃതർ നിശബ്ദമായി നിൽക്കുന്ന സമീപനമാണ് പലയിടങ്ങളിലും കാണാനിടയാകുന്നത്. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ തന്നെ ഇത്തരക്കാരെ പിടികൂടാൻ സാധിക്കുമെങ്കിലും അതിനുപോലും തയ്യാറാവാത്ത അവസ്ഥയാണ് പലയിടങ്ങളിലും കാണുന്നുള്ളത്. ഇരയാക്കപ്പെട്ട തളങ്കര സ്വദേശി നിസാഫ് പബ്ലിക് കേരളയോട് ഞാൻ ഇന്നലെ വൈകുന്നേരം സ്പേസ് ജെറ്റിൽ വന്നതാണ് മംഗലാപുരത്തേക്ക്. ഞാൻ ആക്സിലേറ്ററിൽ ലഗേജ് എടുക്കുമ്പോഴേക്ക് എൻ്റെ ലഗേജ് പൊട്ടിച്ചിട്ടുണ്ട്. അവരെ 2-3 പേരോട് ഞാൻ ചോദിച്ചു, ഒരു റെസ്പോൺസിബിൾ ഉണ്ടായിരുന്നില്ല. എൻ്റെ കയ്യിലുണ്ടായിരുന്ന വീട്ടിലെത്തിയിട്ട് ലഗേജ് പൊട്ടിച്ച് നോക്കുമ്പോൾ മൊബൈലിൻ്റെ പൗച്ചും കാണാറില്ല. അവർ ഐഫോൺ എക്സ് മാക്സ് നല്ല വിലയുണ്ട്, 1 ലക്ഷത്തിന് മേലെ ഉണ്ട്. ഇവിടെ ആ ഫോണും എൻ്റെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. മംഗലാപുരം എയർപോർട്ടിൽ നിന്ന് ഇത്തരത്തിലുള്ള നിരവധി പരാതികളാണ് ദിവസേന ലഭിച്ചുകൊണ്ടിരിക്കുന്നുള്ളത്. പൊതുവെ ഇരയാക്കപ്പെടുന്നത് മലയാളികളാണ്. ഗ്രൗണ്ട് സ്റ്റാഫിലെ ചിലരുടെ ഭാഗത്തു നിന്നുള്ള ഇത്തരം ചെയ്തികൾക്ക് അധികൃതർ കൂട്ടുനിൽക്കുന്ന ഒരു വലിയ കാഴ്ചയും അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.